13 കെട്ടിടങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത് കാലിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു വർഷങ്ങളോളം. ഇന്നും അതിൽ പലതും കാലി തന്നെയായിരിക്കും. കാരണം അത് ഡിപ്പാർട്ട്മെന്റിനോ ആരും അറിഞ്ഞിട്ടോ നോബഡി വാണ്ടഡ് ദാറ്റ് ആക്ച്വലി. അപ്പോൾ ഇത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ചെകഞ്ഞ് പോകുമ്പോൾ മനസ്സിലാവും ഏതോ ഒരു കോൺട്രാക്ടറുടെ താല്പര്യം പോലെ നമുക്ക് തോന്നും. അവിടെ അത് പണിയാണെന്നുള്ളത് എങ്ങനെയും പണിയണം, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വളരെ ക്രിയേറ്റീവായിട്ട് നല്ല പ്രോജക്റ്റ്സ് ഒക്കെ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ എത്രയോ വർഷമായിട്ട് തുടരുന്ന ഒരു ക്ലീഷേ എന്നല്ല പറയാം, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ട്രെയിനിങ്ങിൻ്റെ മറവിൽ നിരന്തരം ഒരേ കക്ഷികൾ തന്നെ ഒരേ ആൾക്കാരെ തന്നെ ട്രെയിൻ ചെയ്തതായിട്ടൊക്കെ ഉണ്ട് കടലാസിൽ. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു മാഫിയ ഓപ്പറേഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്തൊക്കെ ആ ചതി ഇതാണ്. ഇതൊന്നും ഈ പാവങ്ങളാണ്, ഇവർക്കിത് അറിയില്ല. ഇവരോട് ചെയ്യുന്ന ഭയങ്കര ചതിയാണ് നല്ലതല്ലാത്ത കോഴ്സുകൾ കൊടുക്കുക. അല്ല, അഭിമാനത്തോടെ നമ്മുടെ സ്റ്റാഫ് പറയുകയാണ്, അവരെ മാത്രമല്ല നമ്മൾ IITക്കും IIMനും വരെ കൊടുക്കാറില്ലാന്ന്. അതായത് IITയിലോ IIMലോ എൻട്രൻസ് എഴുതി കിട്ടിയ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. SC/ST കുട്ടികൾക്ക് എന്തുകൊണ്ട് അവരെന്തിനോ അവരോട് വിവേചനം കാണിക്കണം? നമുക്ക് എന്ത് ഐഡിയോളജി പ്രശ്നങ്ങളും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വാശ്രയം എന്ന് കാണുമ്പം ചൊറിച്ചിലുണ്ടാവുമായിരിക്കും, ആയിക്കോട്ടെ. കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതുപോലെ സന്തോഷമുള്ള ഒരു കോൺട്രാക്ടർ ഡ്രിവൺ ബിസിനസ്സാണത്. അതാണ് വികസനം എന്നാണ് എല്ലാവരുടെയും ധാരണ. കുറേ കെട്ടിടം പണിത് കഴിഞ്ഞാൽ വികസനമായി. അപ്പോൾ കണക്ക് പറയാം, കോടികളിൽ ഇത്ര കോടിയുടെ വികസനം നടന്നു. ഇത്ര കോടിയുടെ വികസനം എന്ന് പറഞ്ഞാൽ ഇത്രയും കോടി ഞാൻ ചിലവാക്കിയെന്നേ അർത്ഥമുള്ളൂ. യഥാർത്ഥത്തിൽ അത്രയും കോടി ചിലവാക്കണമായിരുന്നോ എന്നാണ് ഫസ്റ്റ് ചോദ്യം ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള മനുഷ്യരാണ്. ഈ മനുഷ്യരെ ഓരോരുത്തരുടെ ഓരോ കോലം ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് പണിയൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻസെൻറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു? ഇത് നമ്മളുടെ കൂടെയുള്ള അതിഥി ശ്രീ N. പ്രശാന്ത് IAS ആണ്. ഇദ്ദേഹം 2007 മുതൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധ രംഗത്തേക്ക് ഒരുപാട് വെളിച്ചം വീശുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. നമസ്കാരം സാർ. സാർ 2007 കേരള കേഡറിലേക്ക് വരുന്നത്. അത് മുതൽ 2026 വർഷം. ഇതുവരേക്കും സാറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെയും IASലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പല ആൾക്കാരും സാറിൻ്റെ ആ ഒരു ലൈഫ് പാത്ത് കാണുമ്പോൾ ഇത് വേണോ വേണ്ടോ എന്ന് രണ്ടാമതും ചിന്തിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരാളാണ് ഞാൻ. ഐ വാസ് പ്രിപ്പയറിങ് ഫോർ ദാറ്റ്. പിന്നെ അതിനുശേഷം സാറിൻ്റെ ലൈഫ്, പിന്നെ പല ആൾക്കാരുടെ ലൈഫ് കാണുമ്പോഴത്തേക്ക് അത് വേണ്ട, വെറുതെ എന്ന് വെച്ചിട്ട് നമ്മളത് പുറകിലേക്ക് വരണം. അപ്പോൾ അങ്ങയുടെ ഇത്രയും വർഷത്തെ ഒരു ജീവിതാനുഭവം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ലൈഫ് ആദ്യം തുടങ്ങുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടറായിട്ടാണ്. അല്ല, ഇത് ഈ ഞാൻ പറയില്ലേ, പബ്ലിക്കിൻ്റെ കാഴ്ചപ്പാടിൽ കളക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് അതേ അറിയുള്ളൂ. അപ്പോൾ IAS കിട്ടിയെന്ന് പോലും അല്ല പറയാം, കളക്ടറായി എന്നൊക്കെയാണ് പറയാം. കളക്ടർഷിപ്പ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഒരു 5th or 6th ഇയർ ആകുമ്പോൾ മാത്രമുള്ള ഒരു പോസ്റ്റിംഗ് ആണ്. ദാറ്റ്സ് എ റിലേറ്റീവ്ലി ജൂനിയർ പോസ്റ്റിംഗ് ആണ്. കളക്ടർഷിപ്പ് പോസ്റ്റിംഗ് സത്യത്തിൽ എന്തിനാണ്? ഫീൽഡിൽ നിന്നുള്ള റിയാലിറ്റീസ് മനസ്സിലാക്കിയിട്ട് പോളിസി ലെവലിൽ വർക്ക് ചെയ്യാനുള്ള ഇൻപുട്സ് എടുക്കാൻ വേണ്ടിയാണ്. അതിനുള്ളൊരു തിരിച്ചറിവും ഫീൽഡ് ടച്ച് കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. അതിനെ ഓവർ ഹൈപ്പ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഈ SSLC റിസൾട്ടിനെ ഹൈപ്പ് ചെയ്യുന്ന പോലെയാണ് ഈ കളക്ടർഷിപ്പിനെയും ഹൈപ്പ് ചെയ്യുന്നത്. അല്ലാതെ സബ്സ്റ്റാൻഷ്യലി അതല്ല ഒരു IAS ഓഫീസർ, എസ്പെഷ്യലി ഡയറക്റ്റ് റിക്രൂട്ടായിട്ടുള്ള IAS ഓഫീസേഴ്സിൻ്റെ കരിയറിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതോ ആദ്യത്തേതോ ആയിട്ടുള്ള ഒന്നുമല്ല. അപ്പം കളക്ടറായതോടെയാണ് ഇവിടെ പൊട്ടിമുളച്ച് വീണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഫാക്ച്വലി റോങ്. ഒരുപക്ഷെ നിങ്ങൾ നാട്ടുകാരോ അല്ലെങ്കിൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓപ്പറേഷൻ തുലൈമാനി, ത്രിപുത്രി ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഞാൻ പേഴ്സണലി അറിയുന്നത്. ദാറ്റ് കുഡ് ബി ട്രൂ. പക്ഷെ അതിനു മുമ്പേ 2007 തൊട്ട് സർവീസിലുള്ള ഒരാൾ 2016 കളക്ടറാകുമ്പോഴാണ്, അല്ലെ 2015 കളക്ടറാകുമ്പോഴാണ് IASൽ വന്നതുപോലെ ട്രീറ്റ് ചെയ്താൽ ദാറ്റ്സ് നോട്ട് ഫെയർ. എസ്പെഷ്യലി അതിന് മുമ്പ് എത്രയോ രസകരമായിട്ടുള്ള ടെന്യൂറുകൾ ഉണ്ടായതിന് ശേഷം ടൂറിസത്തിലായാലും അല്ലെങ്കിൽ വയനാട് സബ് കളക്ടറായിട്ട് ഇരിക്കുമ്പോഴും
ടാക്സസ് കൈകാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സൈസിൽ ഇത് ലോട്ട്സ് ഓഫ് വെരി ഇൻട്രസ്റ്റിംഗ് ട്രെയിനിങ്, സ്കില്ലിങ് ഇതെല്ലാം കൈകാര്യം ചെയ്തതിന് ശേഷമാണ് ഈ പോസ്റ്റിലേക്ക് വരുന്നത് തന്നെ. ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വരെ കൈകാര്യം ചെയ്തതിന് ശേഷമാണ് ഇലക്ട്രിഷിപ്പിലേക്ക് പോകുന്നത്. ജസ്റ്റ് ബിക്കോസ് you get to know a person after that posting, it doesn't mean that you appear on the scene on, സർ വളരെ രസകരമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ കോഴിപ്പീഡിയ എന്ന് പറയുന്ന സംഭവം ഇതിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു പേര് നമ്മളെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി മൊബിലൈസേഷനിലാണ് അവിടുത്തെ എല്ലാ പ്രോജക്ട്സും ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം 0 ബഡ്ജറ്റിലും ഒരു വോളണ്ടറി ബേസിസിലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പിള്ളേരും വോളണ്ടിയേഴ്സും എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള പേരുകൾ ഇടുക എന്നുള്ളത് ഇറ്റ് വാസ് ഗിവൺ. നമുക്ക് നിർബന്ധമായിട്ട് അത് ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ വിക്കിപീഡിയയും അതുപോലെ കോഴിക്കോടിനെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു കോഴിപ്പീഡിയ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അതിനകത്തൊരു വേർഡ് പ്ലേ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സംഭവം. അത് അവിടുത്തെ ബേസിക്കലി ഒരു മാപ്പിംഗ് പ്രോസസ്സായിരുന്നു. അവിടുത്തെ ലോക്കലായിട്ടുള്ള ഹിസ്റ്ററി, ലോക്കലായിട്ടുള്ള റിസോഴ്സസ്, സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ്, ഇതെല്ലാം കൂടെ നമ്മൾ മാപ്പ് ചെയ്തിട്ട് അതിനെ റിച്ച് ആക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അത് ഓപ്പൺ ഇതിൽ ചെയ്യുകയായിരുന്നു. സോ ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ്. നമ്മളവിടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നു, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. അപ്പോൾ പുള്ളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് അദ്ദേഹത്തിൻ്റെ ആ പഞ്ചായത്ത് ഏരിയയിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിനെയെല്ലാം കൂടെ സ്കെയിലപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. സർ അതുപോലെ തന്നെ ഈ ത്രിമൂത്രി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് സാറിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഫോട്ടോ എടുത്തിട്ട് കളക്ടർക്ക് അയച്ചു കൊടുക്കുന്ന. അത് പ്രോജക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഹർത്താൽ ദിവസം നമ്മൾ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ ബസ് സ്റ്റാൻഡ് മൊത്തം ഒന്ന് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ഇറങ്ങിയത്. ഹർത്താൽ ദിവസം തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. ക്ലീനപ്പ് ചെയ്യാൻ പോയപ്പോൾ ഒരു ഭാഗം എന്ത് ചെയ്താലും അവിടെ ഈ യാത്രക്കാരെ ഇറങ്ങിയിട്ട് മൂത്രം ഒഴിക്കുക. അപ്പോൾ അവിടെ അപ്പുറത്ത് ടോയ്ലറ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടും അപ്പോൾ അതിനൊരു ന്യായമൊന്നുമില്ല. കാരണം ടോയ്ലറ്റ് അത്ര വൃത്തികേടാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, സ്ത്രീകളാരും അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പുരുഷന്മാർ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനപ്പ് ചെയ്തു എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞ അപ്പുറത്ത് സൗകര്യങ്ങളും ഒരുക്കി, അവിടെയുള്ള ബാത്റൂമും എല്ലാം റെഡിയാക്കി ക്ലീനപ്പ് ചെയ്ത് എല്ലാം ശരി. ഇതിന് ശേഷവും ഇവിടെ ആരെങ്കിലും ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ CCTV സർവൈലൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് അവിടെ ആരെങ്കിലും മൂത്രമൊഴിക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കുകയാണെങ്കിൽ ഏറ്റവും എന്താ പറയുക, ആദ്യം അയക്കുന്നവർക്ക് ത്രിമൂത്രി സമ്മാനം കൊടുക്കുമെന്നും പറഞ്ഞു. അതൊക്കെ ഈ പറഞ്ഞുകൊണ്ടൊരു ഓളത്തിൽ ആൾക്കാരെ, കമ്മ്യൂണിറ്റിയെ നമ്മൾ കോൺഫിഡൻസിലെടുത്ത് ചെയ്യുന്ന പ്രോജക്ട്സ് അല്ലേ, അല്ലാതെ ഇതിനൊന്നും പ്രത്യേകിച്ച് ഫണ്ടോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം യു ഹാവ് ടു മോട്ടിവേറ്റ് ദ പബ്ലിക്. അങ്ങനെ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ പെട്ടതാണ്. ഇതിനൊരു വലിയ പ്രോജക്റ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെ ഓൺ ദ സ്പോട്ട് അവിടെ നിന്ന് നടക്കുന്നതേ ഉള്ളൂ. പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഫണ്ടഡ് പ്രോജക്റ്റ് എന്നല്ല ഉദ്ദേശിച്ചത്. കാര്യം ആൾക്കാരെ മൊത്തത്തിലൊന്ന് റവല്യൂഷണറി ആയിട്ട് മാറ്റുന്നത് മെന്റലി. എല്ലാ ആൾക്കാർക്കും പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ മൂത്രം ഒഴിക്കണം ഒരു ആഗ്രഹം, പ്രത്യേകിച്ച് ആമ്പിള്ളേർക്കൊക്കെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. അതായിരുന്നെങ്കിൽ ശ്രമിക്കായിരുന്നു. ഇത് അതുമല്ല, ഇത് ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുക, അതിന്റെ പിന്നിൽ പോയിട്ട് ഒഴിക്കുക. ദാറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ. അവിടെ മാത്രമല്ല, എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും വീണ്ടും അത് ആവർത്തിക്കുന്നു എന്ന് അവിടുത്തെ കച്ചവടക്കാരും ഒക്കെ പറയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇതൊക്കെ ചെറിയ. സാർ ഇനി വയനാട്ടിലേക്ക് നമുക്ക് പോവാം. സാറിന്റെ വയനാട്ട് ജീവിതവും ഈ ഊരെന്ന ഒരു അടിപൊളി പ്രോജക്റ്റ് ഉണ്ട്, എന്നൂര്. അത് എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്? ഗംഭീരമായിട്ടുണ്ട് പ്രോജക്റ്റ്. താങ്ക് യു. അത് എന്നൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഡൽഹിയിൽ ദില്ലി ഹാട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഒരു സംഭവമുണ്ട്. ദില്ലി ഹാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് വില്ലേജാണ്. അവിടെ ആർട്ടിസാൻസ് വരും, അവിടെ തന്നെ ഇരുന്ന് ക്രിയേഷൻസ് ഉണ്ടാവും, ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാവാം. ബേസിക്കലി ഒരു വില്ലേജ് ആർട്ട് മുഴുവനും വിൽക്കാൻ ഉള്ള ഒരു വേദി ഒരുക്കുകയാണ് സിറ്റിയുടെ ഒത്ത നടുക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ നേരിട്ട് ഇടനിലക്കാരില്ലാതെ അവർക്ക് പൈസ കിട്ടുന്നതും അവരുടെ ഉപജീവന മാർഗം ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഡൽഹിയിലൊക്കെ പോയപ്പോഴാണ് ഞാൻ ദില്ലിയായിട്ട് കാണുന്നത്. അപ്പോൾ ഐ വാസ് സോ ഫാസിനേറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ്. വയനാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് പ്രത്യേകിച്ചും കുറേ ഹോം സ്റ്റേസ് ആണുള്ളത്. ഹോം സ്റ്റേകളിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർക്ക് എക്സ്പെൻഡിച്ചർ നടത്തണം എന്നുണ്ടെങ്കിൽ ടൂറിസം വർക്കൗട്ട് ആവുന്ന എപ്പോഴാണ്? അവരെ കൊണ്ട് സ്പെൻഡ് ചെയ്യിപ്പിക്കുമ്പോഴാണ്. അവരോട് വന്ന് താമസിച്ച് കുറേ നാൾ നിൽക്കണം, അവർക്ക് എക്സ്പീരിയൻസ്, നല്ല അനുഭവങ്ങളും കൊടുക്കണം. അവരിൽ നിന്ന് പൈസ എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് അവർ പോലും അറിയാതെ നന്നായിട്ട് അവരെ കൊണ്ട് ചിലവാക്കിപ്പിക്കാൻ പറ്റണം.
അപ്പോഴേ അതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ ഹോം സ്റ്റേകളുടെ ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയും പ്രോഗ്രാമും ഈവൻറ്റും ഒക്കെ അതിനകത്ത് എൻ്റർടൈൻമെൻറ്റും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഹോം സ്റ്റേകൾക്ക് അത് അങ്ങനെ സാധിക്കണമെന്നില്ല. കുറേ ഹോം സ്റ്റേകൾ അവിടെ ചുറ്റുമുണ്ട്. അവരുടെ എല്ലാവരുടെയും ജെന്യൂനായിട്ടുള്ളൊരു നീഡാണ് an ആക്ടിവിറ്റി സോൺ. അപ്പോൾ അന്ന് പ്രിയദർശിനി എസ്റ്റേറ്റ് ഉണ്ട്, അതിൻ്റെ എം ഡിയും കൂടെയാണ് ഞാൻ ആ സമയത്ത്, അഡീഷണൽ ചാർജാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ലാൻഡ് ഏരിയ അവിടെ ഉണ്ട്, അനാഥമായി കിടക്കുന്ന, വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന ഭൂമി. അപ്പോൾ ആ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ വൈത്തിരി ഏരിയയിലുമാണ്. അപ്പോൾ നല്ല കണ്ണായ ലൊക്കേഷനാണ്, ഹൈവേന്ന് സുഖമായിട്ട് കയറാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ചത് അവിടെ ഒരു ഈവൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രൈബൽ തീമിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയ ട്രൈബ്സാണ്, അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി പണ്ട് സ്ഥാപിച്ച ഒരു പ്രോജക്റ്റാണത്. ഒരു ടീ എസ്റ്റേറ്റ് ആണ്. അതുകൂടാതെ ഇതുപോലെ കുറച്ച് വെറുതെ കിടക്കുന്ന, തരിശായിട്ട് കിടക്കുന്ന ലാൻഡും ഒക്കെയുണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ. അപ്പോൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കും ഈ ടൂറിസത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല വയനാട്ടിൽ. അവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ജില്ലയാണ്. അപ്പോൾ അവിടെ ഇത്രയും ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്തെങ്കിലും അവിടുത്തുകാർക്ക്, തദ്ദേശീയരായിട്ടുള്ളവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഒന്നും കിട്ടുന്നില്ല. അതൊരു സത്യത്തിലൊരു ഷോക്കിംഗ് സംഭവമല്ലേ. അപ്പോൾ അവർക്ക് ഈ ടൂറിസത്തിൻ്റെ ഒരു ഷെയർ, വാട്ട് എവർ ഇൻകം കംസ്, അതിൽ നിന്നൊരു ഷെയർ കിട്ടാൻ വേണ്ടിയും കൂടാണ് ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്തത്. അപ്പോൾ എന്നൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് അതിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ്. അവർ തന്നെയാണ് ആ കോപ്പറേറ്റീവായിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെമ്പർമാർ അവരാണ്, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരാണ്, അതിൻ്റെ നടത്തിപ്പ് അവരാണ്, അവിടെ തൊഴിലെടുക്കുന്നത് മുഴുവനും അവരാണ്. അപ്പോൾ അവർക്ക് തന്നെ ട്രെയിനിങ് കൊടുത്ത് അവർ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ അവിടെ വരുന്ന ഓരോ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് അവരാണ്. അവരുടെ പ്രോഡക്റ്റുകൾ അവിടെ സെയിൽ നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വില്ലേജിൻ്റെ തീം, നമ്മുടെ ഒരു സാധാരണ ഒരു ആദിവാസി ഊരിൽ ചെന്നാലുള്ള എങ്ങനെയാണോ അതിൻ്റെ ആംബിയൻസും വൈബും ഉണ്ടാകുന്നത്, ആ രീതിയിൽ തന്നെ സ്ട്രക്ചർ ചെയ്തിട്ട് നല്ലൊരു കുറച്ച് ആർക്കിടെക്ചറൽ ഇൻവോൾവ്മെൻ്റ് ഒക്കെ അതിനകത്തുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു ഉള്ളത് പറയണമല്ലോ, ഇത് 2010 പ്രോജക്റ്റ് കൺസീവ് ചെയ്ത് ഇതിൻ്റെ തുടക്കം ഞാൻ അവിടെ സബ് കളക്ടർ ആയിരിക്കുന്ന കാലത്താണ്. അന്ന് ഈ പറഞ്ഞ കൂട്ടി ഇതൊന്നും ചെയ്യാനൊന്നും 100 ആളൊന്നുമില്ല. അപ്പോൾ സബ് കളക്ടർ ഓഫീസിൽ നട്ടപ്പായരൊക്കെ ഇരുന്ന് ഒരു ലാപ്ടോപ്പിൽ അടിച്ചാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. എന്നൂര് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് ശരിക്കും എൻ്റെ അന്നത്തെ സ്റ്റാഫ് അവിടെ ഉണ്ട്. അന്നത്തെ നമ്മുടെ അവിടുത്തെ ക്ലർക്കാണ് ജോബിയും നയനേഷ്, കുറേ നല്ല സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഇതിൻ്റെയൊക്കെ പിന്നിൽ വർക്ക് ചെയ്ത ആൾക്കാർ. അന്ന് അപ്രൂവായി വന്ന ആദ്യത്തെ ഗഡു ഫണ്ടും എനിക്ക് തോന്നുന്നു 5-8 കോടി കണ്ടെന്ന് ഫസ്റ്റ് ട്രാൻഷേ വന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് പോകും. അതിൻ്റെ ഫസ്റ്റ് ഫേസ് പോലും കംപ്ലീറ്റ് ചെയ്യുന്നത് 2022 ആകുമ്പോഴാണ്. നമ്മുടെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ്റെ സ്പീഡ്. ബട്ട് ഓക്കെ, ഫസ്റ്റ് ഫേസ് അത്രയെങ്കിലും ആയി. ആൻഡ് ഐ ആം സോ ഹാപ്പി. കാരണം ഞാൻ തിരിച്ച് അതേ വകുപ്പിൽ വന്നപ്പോഴാണ് ശരിക്കും കംപ്ലീറ്റ് ആവുന്നത്. ഉന്നതിയിലേക്ക് വരുമ്പോൾ, അതായത് സ്പെഷ്യൽ സെക്രട്ടറി SC/ST ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എനിക്ക് ചുമതല വന്ന സമയമാകുമ്പോഴേക്കാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. അത്രയ്ക്കും വർഷം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വർഷം ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കിട്ടേണ്ട പണം കിട്ടാതെ പോയി എന്നുള്ളതാണ് ശരിക്കും ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുശേഷമാണ് 22 കോടി കിട്ടിയാൽ മതിയോ അതിൻ്റെ ബെനിഫിറ്റ്? അല്ലല്ലോ. മാത്രമല്ല അതിനകത്തുള്ളൊരു ബിസിനസ് ഐഡിയ ഉണ്ടല്ലോ, ദാറ്റ് ദിസ് വിൽ വർക്ക് എന്നുള്ളത്. അവിടെ ആർച്ചറി പലതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പെയ്ത്ത് പഠിക്കാൻ വേണ്ടി അതിനകത്ത് നമ്മുടെ അവിടെ ഊരിലുള്ള ഒരു ചെറുപ്പക്കാരനാരെങ്കിലും അമ്പും വില്ലും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നിൽക്കും. അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ അവർക്ക് അമ്പ് ചെയ്യാം. അപ്പം ഇതിനൊക്കെ പേയ്മെൻറ്റ് കിട്ടും. ഇവർക്കെല്ലാം ഒരു റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹണി ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് വിൽക്കാം. ഒരു ഹോളിസ്റ്റിക് ഇതാണ്. ഇൻ സം വേ യു നീഡ് ടു ഗെറ്റ് മണി റോളിങ്. അപ്പോഴേ ഇക്കണോമിയിൽ അവരുടെ ഒരു ഭാഗമാകാൻ പറ്റുള്ളൂ അവർക്ക്. ഇതിൻ്റെ ബിസിനസ് മോഡൽ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് ശരിക്കും നമുക്ക് അഭിമാനം തോന്നിയപ്പോഴാണെന്ന് വെച്ചാൽ 22 അവിടെ തുടങ്ങി. ഇതവിടെ ഓടിത്തുടങ്ങിയതിന് ശേഷം സ്വകാര്യ വ്യക്തികൾ ഇതിനെ അനുകരിച്ചിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് വൈത്തിരി ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ കാണുക, അതിനപ്പുറം ഇപ്പുറമൊക്കെ ഇതുപോലെ അനുകരിച്ചിട്ടുള്ള ആക്ടിവിറ്റി സോണുകൾ പലതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരാരും ട്രൈബൽ തീമിലല്ല ചെയ്തിരിക്കുന്നത്. അവരാരും ആദിവാസി വിഭാഗത്തിൽ നിന്ന് പെട്ട ആൾക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ടും അല്ല ചെയ്യുന്നത്. ദേ ആർ ഡൂയിങ് ഇറ്റ് വെരി കമേഴ്ഷ്യലി, അത് പറയണമല്ലോ. പക്ഷേ അറ്റ്ലീസ്റ്റ് ദറ്റ് ബിസിനസ് കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു ഐഡിയ വയബിൾ ആണെന്നും
ഈ പറയില്ലേ ഇമിറ്റേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി എന്ന് പറയുന്ന വരെ ഇതിനെ അനുകരിച്ചിട്ട് കുറേ അവിടെ പ്രോജക്ട്സ് തുടങ്ങിയത് കണ്ടപ്പം നമ്മളെ റൂട്ട് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല എന്ന് പറയാം. ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് ഹാപ്പൻ മച്ച് ഏർലിയർ. ഇപ്പോഴും അതിൻ്റെ ഫേസ് 1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അന്നത്തെ ആ പ്രോജക്റ്റ് 2010 ഞാൻ തയ്യാറാക്കിയ പ്രോജക്റ്റിൻ്റെ ഫേസ് 1 മാത്രമേ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനിയും അവിടെ സാധ്യതകൾ ഉണ്ട്. സാർ, അതുപോലെ ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സാറ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഉന്നതി എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ആദിവാസികളെ അല്ലെങ്കിൽ SC/ST വിഭാഗത്തെ നമുക്ക് എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ കരിയർ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യിപ്പിക്കാം? എസ്പെഷ്യലി മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അന്നും ഇന്നും എല്ലാം അവർ ഒരേപോലെ തന്നെ കിടക്കുക. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പം ഒരു 80 വർഷത്തെ ഫ്രീഡത്തിന് ശേഷം വലിയ ഗ്രോത്ത് ഒന്നും കാണുന്നില്ല, ഇങ്ങനെ ഒച്ച എഴുന്ന പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ട്രൈബൽ ഏരിയയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് വെക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ബിഗ് ബോസിൻ്റെ സെക്കൻഡ് വിന്നർ ആയിരിക്കുന്ന ഒരു ലേഡി അവിടെ പോയി ഒരു പ്രോജക്റ്റ് എടുത്തു. അതിന് ഏകദേശം ഒരു 2 to 3 CR മാറ്റി വെച്ചിട്ട് അവർക്ക് യാതൊരുവിധ സാധനങ്ങളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ധന്യരാമൻ ഇതുവരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ധന്യരാമൻ്റെ വാക്ക് നിന്നിട്ട് ഞാൻ കണ്ടെടുക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവരുടെ ട്രെയിനിങ് സെൻറ്ററിൽ ഇരിക്കാനൊരു കസേര പോലും ഇല്ല. 50 ലക്ഷം രൂപയും മറ്റുമാണ് എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങനെ എത്രയോ പ്രോജക്റ്റുകൾ സാറ് കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാർ ഇതിനെതിരെ റിയാക്ട് ചെയ്തതിനനുസരിച്ച് സാർ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? കേരളത്തിൽ SC/ST ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്ലാൻ ഫണ്ട്, അൺടൈഡ് ആയിട്ടുള്ള പ്ലാൻ ഫണ്ട് ഏറ്റവും കൂടുതലുള്ളത്. SC/ST OBC ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എല്ലാ വർഷവും ഏതാണ്ട് 4000-5000 കോടിയുടെ അൺടൈഡ് ആയിട്ട് എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്. കേന്ദ്ര ഫണ്ടും എല്ലാം കൂടെ ചേർത്ത് വേറെ ഒരു വകുപ്പിലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും അൺടൈഡ് ആയിട്ട്. നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് നല്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ എത്രയോ വർഷമായിട്ട് തുടരുന്ന ഒരു ക്ലീഷേ എന്നല്ല പറയാം, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ട്രെയിനിങ്ങിൻ്റെ മറവിൽ നിരന്തരം ഒരേ കക്ഷികൾ തന്നെ ഒരേ ആൾക്കാരെ തന്നെ ട്രെയിൻ ചെയ്തതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ കടലാസിൽ. ഇതുപോലെ പല എന്താ പറയുക, ആർക്കും ഒരു ഉപകാരമില്ലാത്ത പല കോഴ്സുകൾ, ആരുടെയോ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കോഴ്സുകൾ, ഏതൊക്കെയോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് അന്തം വിട്ടു എന്തായി നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത വിധത്തിൽ. അത് സെൻട്രലൈസ് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്നതുണ്ട്, ജില്ലാതലത്തിലും ഇതേ പരിപാടി നടക്കുന്നുണ്ട്. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു മാഫിയ ഓപ്പറേഷൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വന്ന ആ പീരീഡിൽ നമ്മൾ വർക്കിംഗ് ഇതിനകത്തൊക്കെ വരുന്ന എല്ലാ പ്രോജക്റ്റുകളും സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര പേർക്ക് ജോലി കൊടുത്തു, അല്ലെങ്കിൽ മുൻപ് എത്ര കൊടുത്തു, ഇത്തവണ നിങ്ങളിത് ട്രെയിനിങ് പ്രോജക്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ ജോലി എത്ര പേർക്ക് ഉറപ്പ് പറയുന്നു, ജോലി കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് പൈസ നമ്മൾ കട്ട് ചെയ്യും, നിങ്ങൾക്കത് ഫുൾ എമൗണ്ട് തരില്ല എന്ന രീതിയിലുള്ള നിബന്ധനകളും മറ്റുമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം കൂട്ടത്തോടെ ഇവർ ട്രെയിനിങ് അങ്ങ് നിർത്തിവെച്ചു. ഡയറക്ടറേറ്റിൽ നിന്ന് ഇത് കാരണം ഈ സ്പെഷ്യൽ സെക്രട്ടറി പോട്ടെ എന്നുള്ള രീതിയിൽ, ശല്യം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും വന്നാൽ മതി എന്നുള്ള രീതിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് നിർത്തിവെക്കുകയും ആ ഫണ്ട് മനഃപൂർവ്വം ലാപ്സാക്കി കളയാം എന്നുള്ള രീതിയിലുള്ള, അപ്പോഴും ചീത്തപ്പേര് വരുമല്ലോ, ഫണ്ട് ചിലവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ അത് നമ്മളന്നൊരു ഫൈറ്റ് മോഡിൽ എടുത്തിട്ട് എങ്ങനെയും നല്ല ട്രെയിനിങ് പദ്ധതികൾ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ട് ഇത് EOI ഒക്കെ വിളിച്ച് നല്ല കുറേ ട്രെയിനിങ്ങുകൾ അവിടെ നടപ്പിലാക്കാൻ സാധിച്ചു ഡിസ്പൈറ്റ് ഓൾ ദിസ്. പക്ഷെ സിസ്റ്റമാറ്റിക്കലി ഇതിനകത്ത് താഴേന്ന് മാത്രമല്ല എല്ലാ തലത്തിലും, ഏതൊക്കെ തലവും ഞാൻ പറയുന്നില്ല, പല ലെവലിൽ, കാരണം വളരെ ഓർഗനൈസ്ഡ് ക്രൈമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏവിയേഷൻ നല്ല ഒരു സെക്ടറായിരുന്നു, ഇപ്പോഴും അതെ, നല്ല തൊഴിൽ സാധ്യത പെട്ടെന്ന് ബൂം ചെയ്ത് വന്നു. കാരണം കുറേ എയർലൈൻസ് പുതുതായിട്ട് വാങ്ങുന്ന ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി, ഫ്ലീറ്റ് എക്സ്പാൻഷൻ തുടങ്ങി. എയർ ഇന്ത്യ ആ സമയത്ത് ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം അവരും എക്സ്പാൻഷൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറേ കൂടിയ ഒരു സമയമായിരുന്നു. അപ്പോൾ അന്ന് നല്ല ഒരു IATA സർട്ടിഫിക്കേഷനുള്ള ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ജോലി കിട്ടും, അത് ഉറപ്പായിരുന്നു. ആളെ കിട്ടാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഊരുകളിൽ നിന്നും മറ്റുമൊക്കെ ഈ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ട്രെയിനിങ് പാർട്ട്ണർ, IATA സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനിങ് പാർട്ട്ണർ വഴി ട്രെയിനിങ് കൊടുത്ത് കുറേ കുട്ടികൾ ജോലിയിൽ കയറി. അപ്പം എയർ ഹോസ്റ്റസ് തൊട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിങ് വരെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എയർ ഹോസ്റ്റസായിട്ട് സെലക്ഷൻ കിട്ടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സാധാരണ ആരെങ്കിലും തന്നെ പെട്ടെന്ന് സെലക്ഷനൊക്കെ ആയി ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ ഫുൾ ട്രാവൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു സ്ഥലകാല വിഭ്രാന്തി വരാം.
പക്ഷേ ഇത് ഷി വാസ് സോ ഗ്രേഷ്യസ്, വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യുക മാത്രമല്ല പിന്നീട് എത്രയോ കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷൻ ആവുകയൊക്കെ ചെയ്തു ആ കുട്ടി. ഇതിൻ്റെ അതർ സൈഡാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മാറി അതിന് ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വേറൊരു ഓർഡർ ഇറക്കിയിട്ട് അയാട്ട സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ഏജൻസിക്ക് കോടിക്കണക്കിന് രൂപ വിത്തൗട്ട് ടെൻഡർ ഒന്നുമില്ലാതെ ഒരു EOI പ്രോസസ്സ് ഒന്നുമില്ലാതെ എടുത്തു കൊടുത്തതായിട്ട് പിന്നെ വായിച്ചറിഞ്ഞു. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിലുള്ള ആക്ടിവിസ്റ്റുകളും ഇവരും ഒക്കെ തന്നെ നമ്മുടെ അടുത്ത് വളരെ വിഷമത്തോടെ ഇത് പറഞ്ഞു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ഈ കുട്ടിയെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ലൈഫ് പ്രതീക്ഷിച്ച് മോട്ടിവേറ്റഡ് ആയിട്ടാണ് പിന്നീട് വരുന്ന കുട്ടികൾ ഇരുന്നത്. അവർക്ക് ആർക്കും അറിയത്തില്ല ഇത് അയാട്ട സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതാണെന്ന്. അപ്പോൾ ഈ ട്രെയിനിങ് നടത്തിയ കമ്പനിയുടെ പേരിൽ മാത്രം ചുമ്മാ ജോലി കൊടുക്കും. കാരണം ജോലി കൊടുക്കണമെന്ന് ഉള്ളതുകൊണ്ട് അവിടെ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവരെ പറഞ്ഞു വിടും. ഇവർക്ക് വേറെ എവിടെയും അതും വളരെ തുച്ഛമായ ശമ്പളത്തിലായിരിക്കും അവിടെ കൊടുക്കുക. വേറൊരു സ്ഥലത്തും എംപ്ലോയ്മെൻറ്റ് കിട്ടുകയില്ല, കാരണം അയാട്ട സർട്ടിഫിക്കേഷൻ ഇല്ലല്ലോ. ദാറ്റ് വാസ് വെരി സാഡ്. കാരണം നമ്മൾ ആ പീരീഡിലൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇപ്പം ബാംഗ്ലൂരോ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത ആ കോഴ്സിൽപ്പെട്ട കുട്ടികളൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് കാണാൻ സംസാരിക്കുന്നത് നമുക്കൊരു ഫീൽ ഗുഡ് ആയിരുന്നു. ഇത്രയും പേരുടെ ലൈഫ് മാറുന്നത്, നമ്മുടെ കൺമുന്നിൽ ട്രാൻസ്ഫോംഡ് ആയിട്ട് പോകുന്നത് കാണാൻ പറ്റുമായിരുന്നു. ഇതിനകത്തൊക്കെ ആ ചതി ഇതൊന്നും ഈ പാവങ്ങളാണ്, ഇവർക്കിത് അറിയില്ല. ഇവരോട് ചെയ്യുന്ന ഭയങ്കര ചതിയാണ് നല്ലതല്ലാത്ത കോഴ്സുകൾ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കോളർഷിപ്പുകൾ, ഇപ്പോൾ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കണ്ണൂർ നിഫ്റ്റിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് അവിടുത്തെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല, എന്തുകൊണ്ടോ കിട്ടുന്നില്ല. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് നിഫ്റ്റ്, നമുക്കറിയാം നിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ആ മേഖലയിലെ ടോപ്പാണ്. അവർക്ക് മാത്രമല്ല, അഭിമാനത്തോടെ നമ്മുടെ സ്റ്റാഫ് പറയുകയാണ്, അവരെ മാത്രമല്ല നമ്മൾ IITക്കും IIMനും വരെ കൊടുക്കാറില്ല. അതായത് IITയിലോ IIMലോ എൻട്രൻസ് എഴുതി കിട്ടിയ SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന്. ഇത്രയും ഫണ്ട് കടന്നിട്ട് പക്ഷെ അതിൽ 60% കേന്ദ്രമാണ് കൊടുക്കുന്നത്, നമ്മൾ 40 കൊടുക്കുന്നുള്ളൂ. ഈ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ കേരള എൻട്രൻസ് വഴി അല്ല സാറേ വരുന്നത്, അവർക്ക് ഏതാണ്ട് കേരള എൻട്രൻസ് വഴി IIT കിട്ടുമോ, IIM കിട്ടുമോ? അപ്പോൾ കോഴിക്കോട് IITയിലും IIMലും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇത് കൊടുക്കുകയില്ല. ഇത് 1-2 വർഷമല്ല, ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പം ഇത് പലതവണ റേസ് ചെയ്തിട്ടുള്ളതാണെന്നും മനസ്സിലായി, ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്കോളർഷിപ്പിൻ്റെ സ്കീം എടുത്ത് അവസാനം നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്ത് സമഗ്രമായിട്ട് അത് പരിഷ്കരിക്കാൻ തീരുമാനിച്ച് 3-4 മാസം എടുത്തു. ഒരു നല്ല ടീമായിരുന്നു, സെക്രട്ടേറിയറ്റിലുള്ള നല്ലൊരു ടീമാണ് വർക്ക് ചെയ്തത്. ഇത് ശരിക്കും ഡയറക്ടറേറ്റിൽ നിന്നേ നടന്ന് വരേണ്ട കാര്യമായിരുന്നു, പ്രപ്പോസൽ വരേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർ വാട്ട് എവർ റീസൺ അതിലൊന്നും ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല, അത് എടുക്കേണ്ട ആൾക്കാർ. ഇത് സമഗ്രമായിട്ട് അങ്ങനെ പരിഷ്കരിച്ച് ഓർഡർ ഇറക്കിയതിന് ശേഷമാണ് IIT IIM മാത്രമല്ല സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ടല്ലോ കേരളത്തിലെ പലയിടത്തും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ സ്വകാര്യ മേഖലയിലാണ്. അമൃതയാണ് റാങ്കിങ്ങിൽ ഏറ്റവും മേലെയുള്ള ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ അഡ്മിഷൻ കിട്ടുന്നത് നീറ്റ് എഴുതിയിട്ടാണ്, അല്ലാതെ വേറെ വഴിയിലൊന്നും കിട്ടില്ല. അപ്പോൾ നീറ്റ് വഴി എഴുതി കിട്ടിയാലും ആ കുട്ടിക്ക് ഈവൻ ദോ ആ കുട്ടി SCയോ STയോ ആണെങ്കിലും അവിടെ പഠിക്കുന്ന കുട്ടിക്ക് സ്കോളർഷിപ്പ് ഡിനൈ ചെയ്യുമ്പോൾ ആരെയാണ് നിങ്ങൾ ശിക്ഷിക്കുന്നത്? നിങ്ങൾ ആ കുട്ടിയാണ് ശിക്ഷിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനോട് നിങ്ങൾക്ക് എന്ത് വെറുപ്പുണ്ടെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളെന്തിനാണ് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നത്? ഇപ്പോൾ സ്വാശ്രയമാണ്, മറ്റേയാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് മുഴുവനും സമഗ്രമായിട്ട് മാറ്റി. ഇന്ന് അങ്ങനെയല്ല, ഇന്നിപ്പോൾ എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടുന്ന രീതിയിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ ആക്കി. നമ്മളെ നാട്ടിൽ മാത്രമുള്ള SC ST കുട്ടികൾക്ക് എന്തുകൊണ്ട് അവരെന്തിനോ അവരോട് വിവേചനം കാണിക്കണം? നമുക്ക് എന്ത് ഐഡിയോളജി പ്രശ്നങ്ങളും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വാശ്രയം എന്ന് കാണുമ്പം ചൊറിച്ചിലുണ്ടാവുമായിരിക്കും, ആയിക്കോട്ടെ. പക്ഷേ അവിടെ പഠിക്കുന്ന കുട്ടികളാരാണ്? നമ്മുടെ കുട്ടികളല്ലേ.
അതായത് സാറ് പറയുന്നത് അതർ സ്റ്റേറ്റിലല്ലേ ഈ ഫെസിലിറ്റി ഉണ്ട്, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമില്ലായിരുന്നു, അതും 10-15 വർഷമായിട്ടില്ലെന്നേ. അത് ടേക്കപ്പ് ചെയ്ത് അത് പലതവണ പറഞ്ഞിട്ടും അത് മാറ്റിയില്ല എന്ന് പറയുമ്പം എന്ത് ഇൻസെൻസിറ്റീവ് ആയിട്ടാണ് അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നതെന്നും കൂടെ ആലോചിക്കണം. അപ്പം ഇത് മാറ്റിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൺസേൺ ഇതിനകത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആക്ടിവിസ്റ്റുകളും ഇതിനകത്തുള്ള എത്രയോ ആൾക്കാരൊക്കെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നതല്ലേ. ദേ ഷുഡ് ഹാവ് ടേക്കൺ ഇറ്റ് അപ്പ്. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലാണെങ്കിൽ ഇത് തുടരുമായിരുന്നോ ഇങ്ങനെ? അപ്പോൾ ഇറ്റ് റിയലി ഷോസ് അവർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഒന്നും യഥാർത്ഥത്തിൽ ആൾക്കാരില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് കിട്ടേണ്ട ഈ പൈസ ST മേഖലയിലും അതായത് പട്ടികവർഗ വിഭാഗം കേരളത്തിൽ എത്രയുണ്ട്? ആകെ 5 ലക്ഷം ഉള്ളൂ. ഇവർക്ക് ബഡ്ജറ്ററി അലൊക്കേഷൻ നമ്മൾ വെച്ചിരിക്കുന്ന കോടികളാണ്. ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ കോടികൾ വെറുതെ വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കോടീശ്വരന്മാരാണ്. ആ കോടികൾ എവിടെയാണ് അപ്പോൾ പോയിരിക്കുന്നത്? ഇവർക്ക് കിട്ടാതെ പോയ 5 വർഷത്തെ കൊടുത്താൽ തന്നെ അവർ കോടീശ്വര പ്രഭുക്കളാണ്. ഉറപ്പല്ലേ? അപ്പം അത് കൊടുക്കാതിരിക്കുന്നത് അവരെന്തോ കുറഞ്ഞ ഇതുപോലെയാണ്. അവർ ബേസിക്കലി നമ്മൾ ഡയറക്റ്റ് ഫണ്ട് ട്രാൻസ്ഫർ ആണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് അവരെ ട്രസ്റ്റ് ദം. മറിച്ച് ഞാൻ അവർക്ക് വേണ്ടി കോഴിയെ വാങ്ങും, ഞാൻ അവർക്ക് വേണ്ടി ആടിനെ വാങ്ങും, ഞാൻ അവർക്ക് വേണ്ടി ഇത് ചെയ്യും, അവർക്ക് വേണ്ടി ഞാൻ കൺസ്ട്രക്ഷനാണ് എല്ലാവർക്കും ഇഷ്ടം. കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതുപോലെ സന്തോഷമുള്ളൊരു കോൺട്രാക്ടർ ഡ്രിവൺ ബിസിനസ്സാണത്. അതാണ് വികസനം എന്നാണ് എല്ലാവരുടെയും ധാരണ. കുറേ കെട്ടിടം പണിത് കഴിഞ്ഞാൽ വികസനമായി. അപ്പോൾ കണക്ക് പറയാം കോടികളിൽ ഇത്ര കോടിയുടെ വികസനം നടന്നു. ഇത്ര കോടിയുടെ വികസനം എന്ന് പറഞ്ഞാൽ ഇത്രയും കോടി ഞാൻ ചിലവാക്കിയെന്നേ അർത്ഥമുള്ളൂ. യഥാർത്ഥത്തിൽ അത്രയും കോടി ചിലവാക്കണമായിരുന്നോ എന്നാണ് ഫസ്റ്റ് ചോദ്യം ചോദിക്കേണ്ടത്. കാരണം ഇത്രയും കോടി ചിലവാക്കാതെ അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ഔട്ട്പുട്ടും ഔട്ട്കമും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ഇത്ര കോടി ചിലവാക്കി ഇത്ര ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ബിൽഡിങ്ങിൽ നിന്ന് എന്താണ് ഗുണം ഉണ്ടായത്? ആവശ്യം ഉണ്ടായിരുന്നു ആ കെട്ടിടം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ 13 കെട്ടിടങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത് കാലിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു വർഷങ്ങളോളം. ഇന്നും അതിൽ പലതും കാലി തന്നെ ആയിരിക്കും. കാരണം അത് ഡിപ്പാർട്ട്മെൻറ്റിനോ ആരും അറിഞ്ഞിട്ടോ നോബഡി വാണ്ടഡ് ദാറ്റ് ആക്ച്വലി. ഉദാഹരണത്തിന് ആർലം ഫാം എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ആർലം ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയോട് ചേർന്നിട്ട് ആന ശല്യവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത്. അതിനോട് ചേർന്ന് അതിൻ്റെ ഒത്ത നടുക്ക് ഒരു സ്കൂൾ കെട്ടിടം പണിതിട്ടുണ്ട്. അതും റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടം. നമുക്ക് റെസിഡൻഷ്യൽ സ്കൂൾ പണിയുമ്പം എവിടെ വേണമെങ്കിലും സത്യത്തിൽ പണിയാം. കാട്ടിനകത്ത് കൊണ്ടുവയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഊരോ അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്തോ ഒരു യൂട്ടിലിറ്റി എന്തെങ്കിലും പണിയാനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ എന്തിനാണ് ഒരു റെസിഡൻഷ്യൽ സ്കൂൾ അവിടെ കാട്ടിനകത്ത് ആന വരുന്നൊരു സ്ഥലത്ത് പണിയാൻ എങ്ങനെ തീരുമാനിച്ചു? ആര് തീരുമാനിച്ചു? അത്രയും കോടി അവിടെ ഇട്ടിട്ട് എന്നിട്ടത് കാലി അവിടെ അങ്ങനെ കൂട്ടിക്കിടക്കുക വർഷങ്ങളോളം. അത് നമ്മളെന്നിട്ട് അത് അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. അതെങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യും, എന്തിന് യൂട്ടിലൈസ് ചെയ്യും? അവസാനം ഇത് കാട്ടിനകത്ത് അവിടെ വല്ല ടൂറിസം പ്രോജക്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ പലതും ആലോചിക്കേണ്ടി വന്നു. കാരണം വേണ്ടാതെയാണ്. അപ്പോൾ ഇത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ ചെകഞ്ഞ് പോകുമ്പോൾ മനസ്സിലാവും ഏതോ ഒരു കോൺട്രാക്ടറുടെ താല്പര്യം പോലെ നമുക്ക് തോന്നുന്നു. അവിടെ അത് പണിയാണെന്നുള്ളത് എങ്ങനെയും പണിയണം, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കെട്ടിടം പണി ഒരു വലിയ താല്പര്യമുള്ള വിഷയമാണ്. പല ഹോസ്റ്റലുകൾ, ഈ MRSകളുടെ പുതുക്കി പണിയാൽ അങ്ങനെ കുറേ പ്രോജക്റ്റുകളുണ്ട്. ഇതിൻ്റെ എല്ലായിടത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ മിക്കതും ടൈല് പണി ഇടുക. അപ്പോൾ 2-3 സൈറ്റുകൾ ലൊക്കേഷനോ അതിൻ്റെ ഫോട്ടോ സഹിതം കാണിക്കാനൊക്കെ പറഞ്ഞു വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുമ്പോഴേ. അപ്പം ഈ ടൈലിടലൊരു പ്രധാന ഹോബിയാണ്. ഈ മാർബിൾ ഇടുക അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പഴയത് പൊട്ടിച്ച് കളയുക, വീണ്ടും ഇടുന്നു. ഇതൊന്നും ഒരു നോബഡി ഈസ് ഇൻ കീപ്പിംഗ് അക്കൗണ്ട്. ഒരു ആക്ച്വൽ ആ ലൊക്കേഷനിൽ പോയിട്ടോ വളരെ സീരിയസ് ആയിട്ട് അതിൻ്റെ എന്താ പറയുക ദൈനംദിനം അവിടെ ചെന്ന് നോക്കുക, അങ്ങനെയൊന്നും ഒരു നാഥനില്ല കളരി എന്ന് പറയില്ല. ഇപ്പോൾ സ്കൂളുകൾ, ഇപ്പോൾ സാധാരണഗതിയിലുള്ളൊരു സ്കൂളാണെങ്കിൽ അവിടുത്തെ പാരൻസോ അല്ലെങ്കിൽ ആ ചുറ്റുപാടുള്ളവരോ പഞ്ചായത്ത് ഇവരൊക്കെ കുറച്ചുകൂടി ഇൻവോൾവ് ആവുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളത് പലതും ഒരു നോബഡി കെയർസ് സ്റ്റൈലിലാണ് ഓടുന്നത്. അപ്പോൾ അവിടെ ആവശ്യമുള്ളതാണോ ചെയ്യുന്നത്, ആവശ്യമുള്ളത് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഒരേ സാധനം കടലാസിൽ മാത്രമുള്ള ഇതുമാതിരിയുള്ള റിപ്പയറും ആവശ്യമുള്ളതൊന്നും ചെയ്യാതെ, അപ്പോൾ ടോയ്ലറ്റും ബാത്റൂം ഇതൊക്കെ നന്നാക്കുന്നതിന് പകരം അവർ മോടി പിടിപ്പിക്കൽ, പുറത്ത് ചുറ്റുമതിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ
ടൈൽ പാകുക, ഇൻ്റർലോക്ക് ചെയ്യുക, ഇമാതിരി കുറേ സാധനങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ എന്താ വെച്ചാൽ എക്സിക്യൂഷൻ എളുപ്പമാണ്, കോൺട്രാക്ടർക്ക് പെട്ടെന്ന് കാശും കിട്ടും, മാർജിൻസ് ഉണ്ടോ അതിനകത്ത്. അപ്പോൾ ദിസ് ഹാസ് ബീൻ ഗോയിങ് ഓൺ. ഈ കോടികൾ പോകുന്നത് മുഴുവൻ ഇവിടെയാണ്. ഈ കോടികൾ കൊണ്ട് ഈ പട്ടികജാതിക പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇൻ്റർലോക്ക് അവിടെ ഇട്ടത് കൊണ്ട് എന്ത് ഗുണം ഉണ്ടാവാനാണ്? നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണമല്ലോ. പണം ഇത്രയാണുള്ളതെങ്കിൽ അവർക്ക് ആദ്യം കിട്ടിയതിന് ശേഷം പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടത് പോലും നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ പരിപാടിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. അപ്പം നമ്മൾ ഒന്ന് നോക്കിയാൽ അറിയാം, എല്ലാ കമ്മ്യൂണിറ്റിയും കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട്, എക്സെപ്റ്റ് ഫോർ എ വെരി ഫ്യൂ കമ്മ്യൂണിറ്റീസ്. അതിൽ പെട്ട ഒരു വിഭാഗമാണ് പട്ടികവർഗ വിഭാഗക്കാർ. അപ്പോൾ നോക്കിയാൽ അറിയാം, അവരുടെ ഇടയിൽ നിന്ന് NRIs ഇല്ല, തീരില്ല എന്ന് തന്നെ പറയാം. ബാക്കി എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും കുറേ NRIകൾ ഉണ്ടാവും. ഈ NRI കേരളത്തിൻ്റെ ഒരു വികസന ചരിത്രത്തിനകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. വിദേശത്തുനിന്ന് വരുന്ന ഈ റെമിറ്റൻസ് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ റെമിറ്റൻസ് കൊണ്ടാണ്. നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും നമ്മളെ എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാം ഫണ്ട് ചെയ്യുന്നത് ഈ റെമിറ്റൻസിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ആരെങ്കിലുമൊക്കെ ഗൾഫിലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് നടത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രസവം കൃത്യമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. അങ്ങനെയാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, എൻ്റെ ഹെൽത്ത് ഇൻഡിസസ് എല്ലാം ഉയരുന്നത്. അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരാരെങ്കിലും ഫയലിൽ ഒപ്പിട്ട് ഞാൻ ആശുപത്രി നന്നാക്കി, സർക്കാർ ആശുപത്രി കാരണം നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നത് വല്ലാത്തൊരു ധാർഷ്ട്യമാണ്, അത് തെറ്റുമാണ്. അങ്ങനല്ല. ഇത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ സത്യത്തിൽ കേരളത്തിൽ മെച്ചപ്പെട്ട് വന്നിട്ടുള്ളത്. ആ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നടത്താനുള്ള ശക്തി ഒരു മലയാളിക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? ഈ റെമിറ്റൻസിൻ്റെ ബലം കൊണ്ടാണ്. അതിനെ നമ്മൾ നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ഡെവലപ്മെൻറ്റ് ഇല്ല എന്നുള്ളത്. കാരണം അവർക്ക് അങ്ങനെ ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നടത്താൻ സാധിക്കുന്നില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വേണ്ടി വരുന്നത് ഹെൽത്തിന്. അതായത് 70%. ഒന്ന് ആലോചിച്ച് നോക്കൂ, 70% ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് ചിലവാക്കുന്നത്, 30% മാത്രമാണ് സർക്കാർ ഇടുന്നത്. അതിൽ തന്നെ കാറ്റസ്ട്രോഫിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു കുടുംബത്തിന് ഒരു 20%, ആ കുടുംബത്തിൻ്റെ മാസ വരുമാനത്തിൻ്റെ ഒരു 20%-ൽ കൂടുതൽ ചിലവാകുന്ന എന്തെങ്കിലും ഒരു ഹെൽത്ത് എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ ആ കുടുംബം തകർന്നു പോകും, ശരിക്കും സാമ്പത്തികമായിട്ട് തകർന്നു പോകും. ഇത് നടക്കുന്നതും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഇതിൻ്റെ കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 70% മേലെ സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് കേരളത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും വരുമാനമില്ലാത്ത ഒരു ഫോറിൻ റെമിറ്റൻസോ അത്തരം സപ്പോർട്ടോ ഒന്നുമില്ലാത്ത, സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു പട്ടികവർഗ വിഭാഗക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹീസ് വെരി വൾണറബിൾ, വളരെ വൾണറബിളാണ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹീസ് വെരി വൾണറബിൾ. അപ്പോൾ കോർ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു NRI ഇല്ല എന്നുള്ള ഇതിലേക്ക് പോകുമ്പോൾ, വൈ കാൻ വി ഹാവ് NRIs എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരും. എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് പുറത്തു പോയി പഠിക്കാനുള്ള സാഹചര്യവും ബാക്കി എല്ലാവരും എന്താണ് ഇപ്പോൾ കൂട്ടത്തോടെ പലായനമാണല്ലോ. കേരളത്തിൽ നിന്ന് യുവാക്കളുടെ പലായനം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും വിദേശത്ത് പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. പഠിക്കാനല്ല, ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ സെറ്റിൽ ചെയ്യാനാണ് നോക്കുന്നത്, അവിടെ സ്റ്റേ ബാക്കാണ് നോക്കുന്നത്. ആ സ്റ്റേ ബാക്ക് വഴി അവർ അവിടുത്തെ എന്താ പറയുക, ഒരു എംപ്ലോയ്മെൻറ്റ് സ്വീകരിച്ച് വീണ്ടും റെമിറ്റൻസ് അയക്കാനുള്ളൊരു ശേഷി, അല്ലെങ്കിൽ അവിടെ തന്നെ സെറ്റിൽ ആവുക, വാട്ട് എവർ ഇറ്റ്, ദാറ്റ്സ് ദെയർ ചോയ്സ്. പക്ഷേ ഇതിൽ എത്ര പേര് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തു നിന്നുണ്ട്? വീണ്ടും അതൊരു ചോദ്യമാണ്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഉന്നതി സ്കോളർഷിപ്സ്, ഫോറിൻ എഡ്യൂക്കേഷന് വേണ്ടി സ്കോളർഷിപ്സ് തുടങ്ങുന്നത്. അപ്പം 310 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്ന രീതിയിൽ 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് 25 ലക്ഷം രൂപ. ഈ 25 ലക്ഷം രൂപ മാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് പിക്കപ്പ് ചെയ്ത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നു, നിങ്ങൾക്ക് ലീഗൽ സപ്പോർട്ടും ഒക്കെ തരുന്നു, മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നു. അല്ലാതെ ഇവിടെയുള്ള പല റിക്രൂട്ട്മെൻറ്റ് ഇവർ ചെയ്യുന്ന പോലത്തെ പരിപാടിയല്ല. നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ഒഡെപെക് മുഖാന്തരമാണ്. ഒഡെപെക് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഏജൻസിയാണ്. അന്ന് ഒഡെപെക്കിൻ്റെ MD ഒരു അനൂപ് ഉണ്ടായിരുന്നു. ഈ വാസ് വെരി ഗുഡ്, വളരെ ഡൈനാമിക് ആയിട്ടുണ്ടായിരുന്ന ആണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സഹകരിച്ചാണ് നമ്മളിത് സ്കീം മുഴുവനും ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ 310 കുട്ടികളെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ
ഇതിപ്പോൾ 3-ാം വർഷമായി. ഈ കുട്ടികൾ അവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് അവരവിടുത്തെ ഒരു വരുമാന മാർഗം കണ്ടെത്തി, അവരുടെ ബന്ധുക്കൾ, അവരുടെ പരിചയത്തിലുള്ളവർ ഓരോരുത്തർ അടുത്ത വർഷം അപ്ലൈ ചെയ്ത് നമ്മളൊരു ഒരു കുറേ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു കുറേ NRIസിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് അവരിലൂടെ നമുക്കൊരു വലിയ മാറ്റം കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കൂടെ മാത്രമേ അവർക്ക് മാറ്റം ഉണ്ടാവും. സത്യം. ഞാൻ ഈ പൈസ മുഴുവൻ നമ്മൾ ആടും കോഴിയും വാങ്ങി കൊടുക്കാൻ വേണ്ടി മാത്രം, അതായത് ഇവർ അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പഠിച്ചും വളരെ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയതിനു ശേഷം അവരെടുത്ത് വീണ്ടും പറയാണ് നിങ്ങൾക്ക് ഞാൻ ആടും കോഴിയും വാങ്ങാനുള്ള സ്കീം തരാമെന്ന്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ ഇത് വേറെ ആരുടെങ്കിലും പറയാൻ ധൈര്യപ്പെടുമോ? ഒരു വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, വോട്ടെവർ എന്തെങ്കിലും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സ്വയം തൊഴിൽ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ ആടും കോഴിയും വാങ്ങാനുള്ള സ്കീം തരാമെന്ന്. ആടും കോഴി മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കേണ്ട സാർ, ഇവർക്ക് ഇത് എങ്ങനെ ധൈര്യം വരുന്നത്? ഈ SC/ST ആട്, കോഴി, പശു, പോത്ത്, ഇത് മാത്രമാണ് ഇവരുടെ ലിസ്റ്റിലുള്ളത്. പിന്നെ ഒരു കക്കൂസ്, അത് മതി എന്നുള്ള അത് എന്ന് മാത്രമല്ല, അത് ആറ്റിറ്റ്യൂഡിൻ്റെ ആണ്, മൈൻഡ് സെറ്റിൻ്റെ ആണ്, പിന്നെ വളരെ സൗകര്യമാണ്. കാരണം ഇതൊക്കെ പറ്റിക്കാൻ എളുപ്പമാണെന്നുള്ളവരെ പറ്റിക്കാൻ എളുപ്പമായിരിക്കാം. പിന്നെ കുറേ പേരൊക്കെ ഇതിനൊക്കെ കാവ്യാത്മകമായിട്ട് ഇവരെ മനുഷ്യരായിട്ടല്ല കാണുന്നത്. ഇവരെ ഇത് എന്താ പറയുക, മ്യൂസിയം പീസ് പോലെ കാണാൻ ആഗ്രഹിക്കും. അവരുടെ തനതായ കൾച്ചറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ സംഭവം യഥാർത്ഥത്തിൽ ഇവരെ ഒരു ഡീഹ്യൂമനൈസ് ചെയ്തിട്ടാണ് കാണുന്നത്. മനുഷ്യരായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിന് വിടാനുള്ള ഇത് കാണും. അവൻ്റെ ബുദ്ധി, അവൻ്റെ ചോയ്സ് അല്ലെങ്കിൽ അവളുടെ ചോയ്സ്, അവരുടെ ഇഷ്ടത്തിന് ആ ചോയ്സ് എക്സസൈസ് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ റിസോഴ്സസ് അവന് കൊടുക്കുക, പൈസ കൊടുക്കുക. എനിക്ക് തോന്നുന്നു അവരുടെ ചോയ്സിനെ ഇവർ ലിമിറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ വേൾഡ്, അവരുടെ ചോയ്സ്, അവരുടെ ഓപ്പർച്യൂണിറ്റി എല്ലാം അതിനെ ലിമിറ്റ് ചെയ്തിട്ട് ഞാൻ തീരുമാനിക്കുന്നുള്ളതല്ല. അതായത് ഞാൻ കുറച്ച് കോഴിനെയും താടിനെ തരും. എന്നിട്ട് പറയുന്ന വളരെ സീനിയർ ഓഫീസേഴ്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് അവരുടെ കൾച്ചറിനെ നമ്മൾ നശിപ്പിക്കരുത്, അതങ്ങനെ അവർക്ക് അസുഖമൊന്നും ഇല്ലാത്തത് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഭയങ്കര സ്യൂഡോ സയൻസ് പരിപാടികളാണ് ഈ പറയുന്നത് മുഴുവനും. അതായത് അവര് തനതായ രീതിയിൽ അവിടെ കാട്ടിനകത്ത് നല്ല സന്തോഷമായി ജീവിക്കുകയാണ്. നമുക്ക് തനത് വേണ്ട, അവർക്ക് തനതായിട്ടുള്ള ഇത് വേണം, അവരങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ ഇടപെടാൻ പാടില്ല. ഇതെല്ലാം ഒരു സ്യൂഡോ വർത്തമാനമാണ് സത്യത്തിൽ. എന്ന് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മ്യൂസിയത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കും. ഏറ്റവും എന്താ പറയുക, റിപ്പൾസീവ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടിട്ടുള്ളത് ഈ വകുപ്പിൻ്റെ കീഴിൽ തന്നെ കിർത്താഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് കോഴിക്കോട്. കിർത്താഡ്സിൻ്റെ ക്യാമ്പസിനകത്ത് ആന്ത്രപ്പോളജിയുടെ പേരിൽ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ വിവിധ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നുള്ളവരെ അവരുടെ പ്രതിമകളും മറ്റേതൊക്കെ നിർത്തിയിട്ട് ഒരു ശരിക്കും മ്യൂസിയം പീസായിട്ട് ആന്ത്രപ്പോളജി ആണെന്നാണ് പറയുന്നത്. പക്ഷെ സത്യത്തിൽ ഡീഹ്യൂമനൈസ് ചെയ്തിട്ട് നമ്മളെ ഒപ്പമുള്ള നമ്മുടെ കൂടെയുള്ള മനുഷ്യരാണ്. ഈ മനുഷ്യരെ ഓരോരുത്തരുടെ ഓരോ കോലം ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് പണിയൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് പണ്ട് നിയാൻഡർതാലിൻ്റെയും ഇതിൻ്റെയൊക്കെ കാണിക്കുന്ന പോലെ കാണിച്ചു വെച്ചിരിക്കുകയാണ്. അത് മുഴുവൻ തല്ലി തകർത്ത് കളയണമെന്ന് തോന്നിയിട്ടുണ്ട് ശരിക്കും. ദാറ്റ്സ് നോട്ട് ഹൗ ട്രൈബൽ, അങ്ങനെയൊന്നുമല്ല. ട്രൈബൽ മ്യൂസിയം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അഭിമാനത്തോടെ അവർക്ക് കാണാനുള്ളൊരു they should feel happy about it. അല്ലാതെ ഒരു എന്താ പറയുക, ഡീഹ്യൂമനൈസ് ചെയ്തിട്ട് ഒബ്ജക്റ്റിഫൈ ചെയ്ത് കാണിക്കുന്ന ഇതെല്ലാം ഏതോ കാലഘട്ടത്തിലെ ഐറ്റംസാണ്. ഇതിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തും ഒക്കെ ഇതിൻ്റെ ആ ബാധ ഒഴിഞ്ഞു പോയിട്ടില്ല. ഇത് ശരിയാണെന്ന് വിശ്വസിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാലും അവരൊന്നും സമ്മതിക്കില്ല. അവർ പറയും അങ്ങനെയല്ല, ഇത് സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം ആന്ത്രപ്പോളജിക്കലി ഡിഫറെൻ്റ് ആണ്, മറ്റേ ആയിക്കോട്ടെ, അത് ബുക്കിനകത്ത് ഇരുന്നോട്ടെ. പക്ഷേ ഡോണ്ട് ഡീഹ്യൂമനൈസ് ദം, ഡോണ്ട് ഇൻസൾട്ട് ദം. മാത്രമല്ല അവരുടെ ചോയ്സസ് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. ചോയ്സ് അവർക്ക് ശരിക്കും എക്സസൈസ് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എംപവർ ചെയ്യാനുള്ളത് എങ്ങനെ, എഡ്യൂക്കേഷനാണല്ലോ. അപ്പോൾ എഡ്യൂക്കേഷനിൽ നമ്മൾ ലിമിറ്റ്സ് ആദ്യം തന്നെ വയ്ക്കുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് വയ്ക്കുന്നു. ഇപ്പോൾ ആന്ത്രപ്രനർഷിപ്പ് ഫോർ എക്സാമ്പിൾ, ആന്ത്രപ്രനർഷിപ്പിൽ ഇപ്പോൾ SC/ST കമ്മ്യൂണിറ്റി ചെയ്യുന്ന എന്ത് ആന്ത്രപ്രനർഷിപ്പാണ് നമ്മളിവിടെ കാണുന്നത്, എന്ത് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ദളിത് ചേംബർ ഓഫ് കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ പല രീതിയിലും നമ്മൾ കടലാസിൽ മാത്രമാണ് പലതും ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് സപ്പോർട്ട് ഇതൊക്കെ പറയുമ്പം എവിടെയാണ് SC-യിലോ ST-ന്നോ വരുന്ന ആൾക്കാർക്കുള്ള ഒരു സപ്പോർട്ട്
ഇക്കോസിസ്റ്റം എവിടെയാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം ഇല്ല. അവർക്ക് മാത്രമായിട്ട് വേറെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ന്യായമായിട്ട് അവർക്ക് സപ്പോർട്ട് ഫണ്ട് ഇഷ്ടം പോലെ 10,000 കോടിയുള്ള ഈ ഫണ്ടുള്ള ഒരു വകുപ്പിൽ നിന്ന് ഇവരുടെ ആന്ത്രപ്രനർഷിപ്പിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നീക്കി വെക്കേണ്ടത്. ആ ആന്ത്രപ്രനർഷിപ്പിനെ പറ്റി പറയുമ്പം ആടുകോഴിയിലേക്ക് വീണ്ടും വരും. ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഇത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ SC നിന്നും ST നിന്നുള്ള കുട്ടികളില്ല എന്നാണോ? ഉണ്ട്. അവർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മറ്റേത് മെഡിസിൻ എല്ലാം കഴിഞ്ഞവരുണ്ട്. ഒരു ആശുപത്രി തുടങ്ങണമെങ്കിൽ ഫണ്ടിങ് കൊടുക്കാമല്ലോ. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി സോഫ്റ്റ്വെയർ ഇതിനൊക്കെ കൊടുക്കാം. അതിലേക്കുള്ള നീക്കിയിരിപ്പ് എന്താണ്? അതിൻ്റെ ഡിസ്പേഴ്സൽ എന്താണ്? സാറ് നേരത്തെ പറഞ്ഞതേപോലെ ഇവരെ മ്യൂസിയം പീസാണ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം നമ്മൾ മൊത്തത്തിൽ എക്കോണമി നോക്കുമ്പം കേരളത്തിൻ്റെ അല്ല ലോകത്തിൽ മൊത്തം എക്കോണമി മാറിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ NRIസും ഓണ്ടർപ്രണർഷിപ്പ് വരികയും ചെയ്തതിന് ശേഷമാണ്. ഇവരെന്നിട്ട് NRIസും വരാൻ പാടില്ല, ഓണ്ടർപ്രണേഴ്സും വരാൻ പാടില്ല. ഇപ്പം ഇതുപോലെ സാറേ പറയും ഉന്നതിയുടെ പ്രൊജക്റ്റ്, ഇപ്പം ഞാനത് കേട്ടൊരു കാര്യമാണ്. ഉന്നതിയുടെ സ്കോളർഷിപ്പ് മറ്റോ വാങ്ങിക്കാൻ പോയ സമയത്ത് ഒരു ഓഫീസർ പറഞ്ഞു അത്രേ, നിങ്ങളുടെ ഊരിൽ ഒരുപാട് പേര് പട്ടിണി കിടന്ന് മരിക്കുമ്പോഴാണോ നിങ്ങൾ ഫോറിനിലേക്ക് പോയി പഠിക്കാൻ പോകണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് സാറ് ഇതെല്ലാം പറയാൻ സാധ്യതയുണ്ട്. കാരണം ഈ പ്രോജക്റ്റ്, ഈ സ്കോളർഷിപ്പ് സ്കീം ഉണ്ടാക്കുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് വരെ അവിടെ നടന്നുകൊണ്ടിരുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരാൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഈ വിദേശ ഇത് കൺസൾട്ടൻസി ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട ഇവിടുത്തെ പല പേര് പറയുന്നില്ല, അപ്പോൾ അതിൽപ്പെട്ട കക്ഷികൾ അവരാരെങ്കിലും പിടിക്കുന്നു, ഏതെങ്കിലും കുട്ടിയെ വിദേശത്ത് പോകുന്നതായിട്ട് രേഖ കാണിച്ചാൽ മാത്രം മതി, പൈസ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഡയറക്ടറേറ്റിലുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും രേഖയോ കടലാസോ ഒന്നുമില്ല. അപ്പോൾ 2-3 കേസസ് ഇതുപോലെ, അതും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഈ ഔദാര്യം കൊടുക്കുന്ന പോലെയാണ്. അവൻ അപേക്ഷിക്കണം, ഇത് സ്കീമില്ലല്ലോ, അപ്പോൾ അപേക്ഷിക്കുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പുറത്ത് പഠിക്കാൻ പോകണം, ഇത്ര ലക്ഷവും, അപ്പോൾ ഒരു ഔദാര്യം പോലെയാണ് വരിക. മേലം വരെ വരും, മിനിസ്റ്ററുടെ ലെവലിൽ വരെ വന്നിട്ടാണ് ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അത് എത്ര പേർക്ക് കിട്ടും? ഈ കിട്ടുന്നതിന് ശേഷം തന്നെ ഒരു സ്ക്രൂട്ടിനി ഇല്ല. ഇത് ഡയറക്ടറേറ്റിലുള്ളവർക്ക് വിദേശ യൂണിവേഴ്സിറ്റികളെ പറ്റി എന്തറിയാം? ഏത് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഒന്നും അറിയില്ലല്ലോ. നമ്മൾ ഈ സ്കീം ഉണ്ടാക്കിയപ്പം ഈ ടോപ്പ് 500 ടൈം ലിസ്റ്റിനകത്ത് വരുന്ന യൂണിവേഴ്സിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ലിസ്റ്റിൽ പെട്ടത് വേണം, അങ്ങനെ ഇങ്ങനെ കുറേ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഒരു സെലക്ഷൻ കമ്മിറ്റി, അപേക്ഷിക്കാനുള്ളൊരു ടൈം ഫ്രെയിം, ഇതെല്ലാം വെച്ചിട്ട് ഒരു എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രോസസ്സ് നിർബന്ധമാണ്. ആ പ്രോസസ്സിലൂടെ കടന്നുപോയിട്ട്, അല്ലാതെ ഔദാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇവരുടെയും ആത്മാഭിമാനത്തെ നമ്മൾ നശിപ്പിക്കുകയാണ്. നമുക്ക് അതിന് വില കൊടുക്കാതെ ഇങ്ങനെ വന്ന് ഒരു എന്താ പറയുക, അവിടെ ഓഫീസിൽ വരുന്നു, അങ്ങോട്ട് നടത്തിക്കുന്നു, ഇങ്ങോട്ട് നടത്തിക്കുന്നു, അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഒരു സാധനം യഥാർത്ഥത്തിൽ നിനക്കില്ല, പക്ഷേ ഞാൻ എൻ്റെ ഔദാര്യം കൊണ്ട് തരികയാണ്. അപ്പോഴാണ് ഇതുമാതിരി ഡയലോഗുകൾ പറയാനുള്ള അവസരം ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണോ നിനക്ക് ഈ പുറത്ത് പോയി പഠിക്കുക എന്ന് പറയാനുള്ള സ്പേസ് വരുന്നത് എന്തുകൊണ്ടാണ്? എൻറ്റൈറ്റിൽമെൻ്റ് ആയിട്ട് അത് ഫിക്സ് ആകാത്തതാണ്. ഈ സ്കീം വന്നത് എൻറ്റൈറ്റിൽമെൻ്റ് ആവുന്നതോടെ ഗവൺമെൻറ് ഉത്തരവായിട്ട് വന്നു കഴിഞ്ഞു, അതിനകത്ത് അപേക്ഷിക്കുന്നു, അതിനകത്ത് ആ പ്രോസസ്സിലൂടെ തന്നെ ന്യായമായിട്ടും കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ സെയിങ് ഈ കാലത്തിനനുസരിച്ചെങ്കിലും മാറണം. ഓക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ പണ്ട് കാലത്ത് ഒരു പക്ഷേ ആടും കോഴിയൊക്കെ ആയിരിക്കാം, 60 50 ആയിരിക്കാം. പക്ഷേ ഇന്ന് എന്തായാലും അതല്ല എന്ന് നമുക്കറിയാമല്ലോ. ബാക്കി എല്ലാ വകുപ്പുകളിലും നമ്മൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ പരിഷ്കരിക്കാൻ പറ്റുന്നില്ല? മൈ പോയിന്റ് ഈസ് വി ട്രൈഡ്. ഇത് പലതും മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, കുറേയൊക്കെ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ സ്കോളർഷിപ്പിൻ്റേതാണെങ്കിലും, മറ്റേ ഈ പോസ്റ്റ് മെട്രിക്കിൻ്റെ മാനദണ്ഡങ്ങൾ തിരുത്തുന്നതിലാണെങ്കിലും, ഇതിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ചിലത് മാറ്റാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് മാറ്റണം തോന്നിയ ഒരു സംഭവമുണ്ട്. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി സഹായധനം കൊടുക്കും. ഇപ്പോൾ ഈ കല്യാണം കഴിക്കാൻ സഹായധനം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുകയാണെങ്കിൽ അച്ഛന് ആണ് സഹായധനം കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫണ്ടമെൻ്റലി ഒരു പ്രശ്നം, ഇത് ഏതോ കാലത്ത് ചെയ്തതാണ്, പക്ഷേ ഇതിനകത്ത് കാലത്തിനനുസരിച്ച് മാറ്റണം. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒന്നാമത് 18 വയസ്സ് കഴിഞ്ഞ ഉടനെ അതിനെ പിടിച്ച് കെട്ടിക്കരുത്. ആ കൊച്ചിന് പഠിക്കാനുള്ള പ്രായമാണത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ ബാക്കി എല്ലാ സമൂഹത്തിലും അങ്ങനെയാണ്. എത്രയും കഴിഞ്ഞിട്ട് കെട്ടുന്നു അത്രയും കുറച്ചുകൂടെ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുണ്ട്, സമൂഹത്തിൽ ഉയരാനുള്ള സാധ്യതയൊക്കെ അതിനകത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ
സഹായധനം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇൻസെൻറ്റീവ്. ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ഉടനെ ആ പൈസ വാങ്ങാനുള്ളൊരു വ്യഗ്രത വരും. അപ്പോൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻസെൻറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു? അപ്പം അത് പോട്ടെ, നമ്മൾ 21 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കേ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ കുട്ടിക്ക് പഠിക്കാനുള്ളൊരു സാവകാശം കിട്ടും. മാത്രമല്ല 18 കഴിഞ്ഞ ഉടനെ കെട്ടിച്ചിട്ടില്ല എങ്കിലേ കൊടുക്കൂ എന്ന് വെച്ചാൽ 21 വരെ പഠിപ്പിക്കണം, ഡിഗ്രി വരെ പോകണം, എങ്കിലേ പൈസ കൊടുക്കുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി പഠിക്കാനൊരു ഇൻസെൻറ്റീവ് കുറച്ചുകൂടെ വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും പോളിസി ലെവലിൽ റീസ്ട്രക്ചർ ചെയ്യേണ്ടത്. അതുപോലെ പൈസ എന്തിനാണ് അച്ഛന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല അച്ഛനാണ് ഇതിൻ്റെ ചിലവാക്കുന്നത്. അതായിക്കോട്ടെ, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ നമ്മളൊരു ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയിലേക്കുള്ള കണ്ടിട്ടാണ് കൊടുക്കേണ്ടത്, ആ കുട്ടിക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അഡൾട്ടായി കഴിഞ്ഞാൽ ഈ കുട്ടി അഡൾട്ടായില്ലേ, അഡൾട്ടായി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ആ കുട്ടിയുടെ കല്യാണത്തിൻ്റെ സഹായധനം അച്ഛന് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞ ഈ കാലത്തിനനുസരിച്ച് മാറ്റേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഇതിനൊക്കെ ഈ ഇൻസെൻറ്റീവ് സ്ട്രക്ചറിങ് എന്ന് പറയും. നമ്മുടെ ബിഹേവിയറിന് മാറ്റാൻ പറ്റുന്നതാണ് ഈ ഓരോ ഇൻസെൻറ്റീവിനും. അതെങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്.